ചാടല്ലേ? സമ്മതിച്ചല്ല. സമ്മതിച്ചു. വാ ചാടല്ലേ? എന്റെ അമ്മോ, ഇതെന്തൊരു കുഴിയടാ. നീ ഇല്ല ഇല്ല ഇട്ടു ചോക്കല്ലേ? ഓ ഞാൻ ഏതിനെ കുറയ്ക്കും പറഞ്ഞാ കുറയ്ക്കും. എന്റെ അമ്മോ. പ്രശാന്തേ, എടാ നീ ചാടിയിരുന്നെങ്കി ഇത് തീരാ ദുഃഖമായന. ജനങ്ങളെല്ലാം എന്നെ കുറ്റം പറയുള്ളായിരുന്നു. എടാ താങ്ക്സ് എടാ. എടേ അത് പോട്ടെ. ഇനി നീ 5000 രൂപ. നീ 5000 രൂപ. 5000? ബാലൻസ് 5000 അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ കണക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ 5000 രൂപ അണ്ണാ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട്. 5000 രൂപ കുറച്ച്, ശരിയല്ലേ? അപ്പം 5000 രൂപ കുറച്ച് തന്ന് കറക്റ്റ് ആണല്ലോ. അപ്പൊ 5000 രൂപ എനിക്ക് തിരിച്ചു. ഞാൻ കണക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കണക്കല്ല, ഞാൻ കറക്റ്റ് കണക്ക് ശരിയാവൂ. അല്ല, അതേ ശരിയാവുള്ളൂ. അതാണ് ശരിയാവുള്ളൂ. അതായത് നിങ്ങൾ ഈ കുറച്ച് 5000 രൂപ കുറച്ചല്ല, 5000 രൂപ കുറച്ച് നിങ്ങൾ സമ്മതിച്ചാണ്. അപ്പം ആ 5000 രൂപ എനിക്ക് ആദ്യം ഞാൻ കണക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. അതാണ് കറക്റ്റ്. അപ്പൊ നിന്റെ 5000 രൂപ നീ കുറച്ച്, ഞാൻ കുറച്ച് തന്ന 5000 ആദ്യം 1 2 3 4 5 6 7 8 9 10 എണ്ണി നോക്ക്. ഞാൻ പിന്നെ കുറച്ചെന്ന് പറയുന്നു. 1 2 3 4 ഉണ്ട്. ഞാൻ ഇതിപ്പോ 5000 രൂപ. അപ്പൊ ഞാൻ നിങ്ങളെ 5000 രൂപ കുറച്ച് പറഞ്ഞു, കുറച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി 5000 രൂപ അങ്ങോട്ട് തരാവുള്ളൂ. നീ എനിക്ക് 5000 രൂപ തരാവുള്ളൂ. അപ്പൊ ഞാൻ 5000 രൂപ കുറച്ച്. അപ്പൊ 5000 രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാവുള്ളൂ. അപ്പം ഈ 5000 രൂപ പിടിച്ചു. എണ്ണി നോക്ക്. കറക്റ്റ് ആണോ നോക്ക്. കറക്റ്റ് ആയിരിക്കും. പിന്നെ അവസാനം കിട്ടിയില്ല പിടിച്ചില്ല എന്ന് പറയാം. 8 9 10 കറക്റ്റ്. അപ്പൊ 5000 രൂപ ഞാൻ തരാനുള്ളത് തന്നു. 5000 രൂപ നിങ്ങൾ കുറച്ചു. അപ്പം നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്നു. പക്ഷെ ദേവദൂനെ പോലെ ആ സമയത്ത് വന്ന് എന്നെ കാക്ക വന്ന് എന്നെ എന്തായാലും എനിക്ക് സന്തോഷം. ഇനി നമ്മൾ തമ്മിൽ ഒരു കണക്കുമില്ല, പൈസ അടപാടൊന്നുമില്ല. നീ എവിടെ വെച്ച് കണ്ടാലും എന്നെ വിളിക്കണം, ഞാൻ ഇനിയും വരും. ഓക്കെ ബൈ. ഓ പാവം ചെറുക്കായി, അവനെ ഞാൻ തെറ്റിദ്ധരിച്ച്. പക്ഷെ അവൻ ഡീസന്റ് ആണ്. അവൻ തരാന്ന് പറഞ്ഞ് തന്നു. പക്ഷെ 5000 രൂപ അവന് ഇത്തിരി 5000 രൂപ കുറഞ്ഞെങ്കിലും കൃത്യമായിട്ട് തന്നു പൈസ. അങ്ങനെ പോകുമെന്ന് വിചാരിച്ച പൈസ കിട്ടി. ശുക്രൻ യാ. Please subscribe to our channel and do not forget to press the bell icon.